നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കസ്റ്റമർ, ബാങ്കിങ്ങിലെ കസ്റ്റമർ ആരാണെന്നുള്ളതാണ്. നമുക്ക് കസ്റ്റമർ ആണോ നോക്കാം അല്ലേ. ദ ടേം കസ്റ്റമർ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ സ്റ്റേറ്റ്. ഇവിടെ ഗവൺമെൻറ് ലോ എന്താണ്, ആരാണ് കസ്റ്റമർ എന്ന് നിർവചിക്കുന്നില്ല. പക്ഷേ നമുക്ക് എന്ത് പറയാം, ജനറലി എ പേഴ്സൺ ഹു ഹാസ് എൻ അക്കൗണ്ട് ഇൻ ദ ബാങ്ക് ഈസ് കൺസിഡർ ആസ് എ കസ്റ്റമർ. ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളെ നമ്മൾ നോർമലി എന്താണ് പറയുന്നത്, ഒരു കസ്റ്റമർ എന്നാണ് പറയുന്നത്. ജോൺ ബാഗറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കസ്റ്റമർ ദർ മസ്റ്റ് ബി സം റെക്കഗ്നൈസബിൾ കോഴ്സ് ഓഫ് ഓർ ഹാബിറ്റ് ഓഫ് ഡീലിംഗ് ഇൻ ദ നേച്ചർ ഓഫ് റെഗുലർ ബാങ്കിങ് ബിസിനസ്. ഒരു ബാങ്കിനുമായിട്ട് ഒരു ഡീലിംഗ് ഉള്ള ഡീലിംഗ് നേച്ചറുള്ള ഒരാളെയാണ് എന്ത് പറയുന്നത്, അദ്ദേഹം കസ്റ്റമർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്. ദർ മസ്റ്റ് ബി സം റെക്കഗ്നൈസബിൾ കോഴ്സ് ഓഫ് ഓർ ഹാബിറ്റ് ഓഫ് ഡീലിംഗ്. ബാങ്കുമായിട്ട് ഒരു ഡീലിംഗ് ഉണ്ടായിരിക്കണം, അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വെറുതെ വന്ന് പോകുന്ന ഒരാൾ എന്ന രീതിയിലല്ല അവിടെ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ബാങ്കിലേക്ക് വരുന്ന ഒരാൾ എന്നതിലല്ല, ബാങ്കുമായിട്ടൊരു ഡീലിംഗ് ഉണ്ടായിരിക്കണം എന്നാണ്. ദെൻ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഇൻ നേച്ചർ ഓഫ് റെഗുലർ ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് ബിസിനസ്സുമായിട്ടുള്ള ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ നേച്ചറായിരിക്കണം. വരുന്നു, ഇപ്പോൾ ബാങ്കിലേക്ക് ദിവസം വരുന്ന ഒരാൾ, വന്ന് പോകുന്ന ഒരാൾ പോസ്റ്റ്മാനോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ നമുക്ക് സ്നാക്സ് കൊണ്ടുവരുന്ന അങ്ങനെയുള്ള ഓരോ ആളുകളുണ്ടാവും അല്ലേ, അതൊക്കെ ബാങ്കിൻ്റെ കസ്റ്റമറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അത് അതിനും കൂടുതൽ അതിൽ പറയുന്നത് നോക്കുക. എ കസ്റ്റമർ ഈസ് വൺ ഹു ഹാസ് എൻ അക്കൗണ്ട് വിത്ത് ദ ബാങ്കർ ഓർ ഫോർ ഹും എ ബാങ്കർ ഹാബിച്വലി അണ്ടർടേക്ക് ടു ആക്ട് ആസ് സച്ച്. ഒരു ബാങ്കുമായിട്ട് അക്കൗണ്ട് ഉള്ള ഒരാളോ അല്ലെങ്കിൽ ആരുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണോ ബാങ്ക് പ്രവർത്തിക്കുന്നത്, അവരാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കുമായിട്ട് റെഗുലർ ബിസിനസ് നടത്തണം. ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി. അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളവരോ അല്ലെങ്കിൽ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കണം. ഇതിൽ പറയുന്ന നോക്കും, അപ്പോൾ ഒരു ബാങ്കിലേക്ക് ഒരു ക്യാഷ് എന്തെങ്കിലും വിഡ്രോ ചെയ്യാമെന്ന ഒരാൾ, ദാറ്റ് ഈസ് മറ്റൊരാൾ കൊടുത്ത ചെക്ക് വിഡ്രോ ചെയ്യാമെന്ന ഒരാൾ, അതൊക്കെ എന്താണ്, ഒരു ബാങ്കിങ് കസ്റ്റമറായിട്ട് HL ഹാർട്ട് വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൺസിഡറേഷനിൽ അതൊന്നുമല്ല, കസ്റ്റമറായിട്ട് പരിഗണിക്കുന്നില്ല. ഒരു ബാങ്കിലെ ഡ്രാഫ്റ്റ് എന്തെങ്കിലും ഇപ്പോൾ ഒരു ചലാൻ എടുക്കാൻ വന്ന ഒരാൾ പെട്ടെന്ന് വന്ന് പോകും. ബാങ്കിങ് നാച്ചുറൽ എന്താണ്, റെഗുലർ ബേസിൽ വരുന്ന ഒരാളാണ് എന്ത്, അദ്ദേഹം HL ഹാർട്ടിൻ്റെ കേസിൽ ദാറ്റ് ഈസ് ഹാബിച്വലി അണ്ടർടേക്സ് ടു ആക്ട്. ഒരു ദിവസം വന്ന് പോകുന്ന ഒരാൾ അവിടെ എന്ത് കസ്റ്റമർ എന്ന കൺസിഡറേഷനിൽ HL ഹാർട്ട് കൊടുക്കുന്നില്ല. റൈറ്റ്സ് ഓഫ് എ ബാങ്ക് കസ്റ്റമർ. ബാങ്ക് കസ്റ്റമറുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ടു ഫെയർ ട്രീറ്റ്മെൻറ്റ്. അവർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല അല്ലേ. കസ്റ്റമർ ഇൻ ടേംസ് ഓഫ് ദർ ഏജ്, ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ് എക്സെട്ര. ഒരു ഡിസ്ക്രിമിനേഷൻ, എല്ലാവർക്കും ഒരു തുല്യമായ ട്രീറ്റ്മെൻറ്റ് ലഭിക്കാനുള്ള, തുല്യമായ പരിഗണന ലഭിക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്. ആൻഡ് റൈറ്റ് ടു ട്രാൻസ്പെറൻസി, ഫെയർ ആൻഡ് ഹോണസ്റ്റ് ഡീലിംഗ്. ദർ ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് ഡീലിംഗ്. എന്തായാലും അവിടെ എന്താണ് നടക്കുന്നത്, നമ്മുടെ അക്കൗണ്ട് എന്താണ്, എങ്ങനെയാണ്, നമ്മുടെ എമൗണ്ട് അവിടെ ഉണ്ടോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു അവകാശം അവിടെ ഉണ്ട്. ഹോണസ്റ്റ് ഡീലിംഗ് ആയിരിക്കണം. ദെൻ റൈറ്റ് ടു സ്യൂട്ടബിലിറ്റി. പ്രോഡക്റ്റ് മസ്റ്റ് ബി ഓഫേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കസ്റ്റമർ നീഡ്. കസ്റ്റമർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി. ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ടിക്ക് ഇടാറുണ്ട്. ബാങ്കിൽ ഒരുപാട് കസ്റ്റമർ ഫെസിലിറ്റീസ് ഉണ്ടാവും. SMS ഫെസിലിറ്റീസ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, പിന്നെ ചെക്ക്, ഡ്രാഫ്റ്റ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. നെവർ കമ്പൽ കസ്റ്റമേഴ്സ് ടു ബൈ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നോട്ട് സ്യൂട്ടബിൾ ടു ഹിം. അവർക്ക് ആവശ്യമില്ലാത്തത് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിർബന്ധിച്ച് വാങ്ങിപ്പിക്കരുത്. ഓക്കെ. ആൻഡ് റൈറ്റ് ടു പ്രൈവസി. ബാങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോഴൊക്കെയാണ് ബാങ്കിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വിടാതിരിക്കാനുള്ള അവകാശം. നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ എന്തായിരിക്കണം, ഷുഡ് ബി കോൺഫിഡൻഷ്യൽ. ആൻഡ് റൈറ്റ് ടു ഗ്രീവൻസ് റിഡ്രസൽ ആൻഡ് കോമ്പൻസേഷൻ. പരാതി പരിഹരിക്കാനും നഷ്ടപരിഹാരത്തിനൊക്കെയുള്ള അവകാശം കൂടി അവിടെ കൊടുക്കുന്നുണ്ട്.
റൈറ്റ് അല്ല, അവിടെ എന്ത് ചെയ്യാം, ടൈപ്സ്. ഓക്കെ, ടൈപ്സ് ആണ്. ബാങ്കിൽ രണ്ട് രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓർഡിനറി കസ്റ്റമർ ആൻഡ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഓർഡിനറി കസ്റ്റമേഴ്സ് മീൻസ് ദാറ്റ് ഈസ് സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് അക്കൗണ്ട് ഒക്കെ ഉള്ള ആളുകൾ. നമുക്ക് നമ്മൾ ആദ്യം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് നോക്കാം അല്ലേ. ദോസ് ഹൂ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഓർഡിനറി കസ്റ്റമേഴ്സ് ഫ്രം ബൈ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ചില പ്രത്യേക ഫീച്ചേഴ്സ് കൊണ്ട് ഓർഡിനറി കസ്റ്റമേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. ദാറ്റ് ഈസ് മൈനർ, ഏജൻറ്റ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്. ആരൊക്കെ നോക്കുന്നത്? മൈനർ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, മാരീഡ് വുമൺ, ചാരിറ്റബിൾ സൊസൈറ്റീസ്, ഏജൻറ്റ്, ലുനാറ്റിക്സ്, ഡ്രങ്കാർഡ്സ്, ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്, പാർട്ട്ണർഷിപ്പ് വുമൺ, പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ലോക്കൽ അതോറിറ്റീസ്, ട്രസ്റ്റീസ് ആൻഡ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്. ഇങ്ങനെയുള്ള ഇനിയും ഒരുപാടുണ്ട്. ഇതാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മൈനർ നമ്മൾ ലോയിൽ പഠിച്ചതാണ് അല്ലേ, ബിസിനസ് റെഗുലേഷനിൽ പഠിച്ചിട്ടുണ്ട്. മൈനർ എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ് ഈസ് മൈനർ. 18 വയസ്സ് തികയാത്ത ഒരാൾ നമ്മളെന്ത് പറയുന്നത് മൈനർ എന്ന് പറയുന്നത്. ഇൻ കേസ് കോർട്ട് ഒരാളെ അദ്ദേഹത്തിന് ഗാർഡിയനായിട്ട് നിയമിച്ചു എങ്കിൽ അദ്ദേഹത്തിൻ്റെ 21 വയസ്സാവണം മൈനർ എന്ന ഇത് കിടക്കാൻ. മേജർ ആവണമെങ്കിൽ 21 വയസ്സ് ആവണം. ആൻഡ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, എ മൈനർ ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലേക്ക് വരാൻ ആരായിട്ടില്ല? ഒരു മൈനർ ആയിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ഒരു മൈനറുമായിട്ടുള്ള കോൺട്രാക്റ്റിന് എന്തല്ല, വാലിഡ് അല്ല. ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലോയിൽ പഠിച്ച കാര്യമാണത്. ഇനി നമുക്ക് നോക്കാം. മൈനർ ഈസ് നോട്ട് ബൗണ്ട് ടു റീപേ മണി ബോറോഡ് ബൈ ഹിം. മൈനർക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കടം ഏറ്റവും എന്തെങ്കിലും ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടക്കേണ്ട ആവശ്യം മൈനറെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ മൈനർക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, ലോണ് കൊടുക്കരുത്. അപ്പോൾ ബാങ്കർ ക്യാൻ ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് മൈനർ. ഒരു ബാങ്കിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബട്ട് ഹീ ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ ഡീലിംഗ് വിത്ത് മൈനർ. മൈനർക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല, അക്കൗണ്ട് ഉണ്ടാക്കാം, പക്ഷെ അവരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നല്ല ശ്രദ്ധിക്കണം. നോ റിസ്ക് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഓപ്പണിങ് എ ഡെപ്പോസിറ്റ്. ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിൽ, ഒരു ഡെപ്പോസിറ്റ് തുടങ്ങുന്നതിലൊന്നും റിസ്ക് ഇല്ല. കഴിയുന്നത് എന്ത് ചെയ്യാം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് തുടങ്ങേണ്ടത്. കറണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യരുത്, അഡ്വൈസബിൾ അല്ല അവരുടെ പേരിൽ തുടങ്ങുക എന്നുള്ളത്. കാരണം കറണ്ട് അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ കടമാണല്ലോ, അതെടുത്താൽ അവർക്ക് തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് എന്താ മതി, മൈനറുടെ പേരിൽ ഓപ്പൺ ചെയ്താൽ മതി. ദെൻ റിസ്ക് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഓൺലി ഇഫ് ദ ലോൺ ഈസ്. പറഞ്ഞു, ലോൺ എടുക്കുമ്പോൾ മാത്രമാണ് ഒരു റിസ്ക് ഉള്ളൂ. പ്രിക്കോഷൻസ് നോട്ട് ടു ഓപ്പൺ കറണ്ട് അക്കൗണ്ട് തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രിക്കോഷൻസായി നമുക്ക് പറയാനുള്ളത്. സേവിങ്സ് ഫിക്സഡ് റെക്കറിങ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ്. ഓക്കെ. മൈനർ അബൌട്ട് ദ ഏജ് ഓഫ് 10 years മേ ബി അലൗഡ് ടു ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻഡിപെൻഡൻ്റ്. 10 വയസ്സിൽ മുകളിലുള്ള ആളുകൾക്ക് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് സ്വന്തം വന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്ക് ചെയ്യാം, മേ ബി അലൗഡ്. ഇൻ കേസ് ഓഫ് മൈനർ ഡൈസ് ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഈസ് അലൗഡ് ടു വിഡ്രോൺ ബൈ ദ ഗാർഡിയൻ. മൈനർ അയാൾ മരിക്കുകയാണെങ്കിൽ ആ അക്കൗണ്ട് എന്താണ്, ഗാർഡിയന് എടുക്കാവുന്നതാണ്. അതിലുള്ള ക്യാഷ് ഗാർഡിയന് എടുക്കാവുന്നതാണ്. ഇനി ഒരുപാട് പ്രിക്കോഷൻസ് ഉണ്ട്. മൈനർക്ക് എന്ത് ചെയ്യാം, ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കാം, മൈനർക്ക് ഒരു പാർട്ട്ണറായിട്ട് നിൽക്കാം. പക്ഷേ ഒന്നും അവിടെ എന്തല്ല, ഈസ് നോട്ട് ലയബിൾ ഫോർ ദി ലോസ്. അവർക്ക് ഇതിലൊരു ലോജിക്ക് മാത്രമേ ഉള്ളൂ, നോ റിസ്ക് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ നെയിം ഓഫ് എ മൈനർ. മൈനറുടെ പേരിൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റിസ്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഈസ് മാരീഡ് വുമൺ. മാരീഡ് വുമൺ എന്താണ്, ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറാണ്. മാരീഡ് വുമണിന് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പിന്നീട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരിക്കലും ഭർത്താവിൻ്റെ സ്വത്ത് കണ്ടുകൊണ്ട് ഭാര്യയ്ക്ക് ലോൺ കൊടുക്കരുത്. ഭാര്യയ്ക്ക് അതായത് ഒരു കല്യാണം കഴിച്ച സ്ത്രീ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവരുടെ സ്വത്തിനാണ്, അല്ലെങ്കിൽ അവർ വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിഗണന കൊടുക്കേണ്ടത്. ഓക്കെ. അത് ഇവിടെ പറയുന്നു, പ്രസൻറ്റ് ബാങ്കിങ് പ്രാക്ടീസ് ഡു നോട്ട് കൺസിഡർ മാരീഡ് വുമൺ ആസ് എ
സ്പെഷ്യൽ കസ്റ്റമർ. മാരീഡ് വുമണിനെ ഒരു സ്പെഷ്യൽ കസ്റ്റമറായിട്ട് കാണുന്നില്ല. പക്ഷേ ഇതെന്താണ്, ദ ബാങ്കർ ഷുഡ് നോട്ട് ഗ്രാൻഡ് എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് ടു എ മാരീഡ് വുമൺ കൺസിഡറിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഹെർ ഹസ്ബൻഡ്. ഭർത്താവിൻ്റെ സ്വത്ത് കണ്ടാണ്ട് ഓവർ ഡ്രാഫ്റ്റ് ലോണോ കൊടുക്കാൻ പാടില്ല. ഹസ്ബൻഡ് ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ ഹെർ പേഴ്സണൽ ഡെപ്റ്റ്. അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൻ്റെ എന്തില്ല കടങ്ങൾക്ക് ഭർത്താവ് ബാധ്യസ്ഥനല്ല. എക്സെപ്റ്റ് പർച്ചേസിങ് ഫോർ നെസസിറ്റീസ് ഓഫ് ലൈഫ്. അതായത് അത്യാവശ്യ പ്രോഡക്റ്റ്സ്, അതായത് ജീവിതം ലൈഫ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സുകൾ വാങ്ങിയത് കൊണ്ടുള്ള നഷ്ടങ്ങൾ ആദ്യത്തിൻ്റെ വരും. അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനാണ് എടുത്തതെങ്കിൽ ഹസ്ബൻഡിന് എത്തിൻ്റെ വരും. നമ്മൾ പഠിച്ചതാണ് ലോയിലെ നെസസിറ്റീസ് അല്ലേ, നെസസിറ്റി ഗുഡ്സ് ഏതാണെന്നുള്ളത്. ബിഫോർ ഗ്രാൻഡിങ് എ ലോൺ ദ ബാങ്കർ ഷുഡ് എക്സാമിൻ ഓൺ അസെറ്റ് ഓർ പ്രോപ്പർട്ടി ആസ് സെക്യൂരിറ്റീസ്. സ്വന്തം സെക്യൂരിറ്റി ഉണ്ടോ അല്ലെങ്കിൽ സ്വന്തം സ്വത്തുണ്ടോ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ബാങ്ക് നോക്കേണ്ടത്. ദാറ്റ് ഈസ് മാരീഡ് വുമൺ. നെക്സ്റ്റ് വൺ ഈസ് ഏജൻറ്റ്. ഏജൻറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ആൻ ഏജൻറ്റ് ഈസ് പെർമിറ്റഡ് ടു ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് ബാങ്ക് ഇൻ ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പൾ. ഒരു മറ്റൊരാളുടെ പേരിൽ അക്കൗണ്ട് ഡീലിംഗ് ഒക്കെ നടത്തുന്നതിനാണ് ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്, അവൻ്റെ ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഒരു ബാങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഏജൻറ്റിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് എഴുതി വാങ്ങണം. ദ ബാങ്കർ ഷുഡ് ഗെറ്റ് എ മാൻഡേറ്റ് ഫ്രം ദ പ്രിൻസിപ്പൽ അലോവിങ് ദ ഏജൻറ്റ് ടു ഓപ്പറേറ്റ് ദ അക്കൗണ്ട്. ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കൊടുത്തുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് എന്തൊക്കെ അതിൽ ചെയ്യാമെന്ന് എഴുതി വാങ്ങണം. ബാങ്കർ ഷുഡ് അസർട്ടൈൻ ദ സ്കോപ്പ് ഓഫ് പവർ ഓഫ് ഏജൻറ്റ് മെൻഷൻ ഇൻ ദ മാൻഡേറ്റ്. ആ മാൻഡേറ്റിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പവർ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്കോപ്പ് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ദ അതോറിറ്റി ഗിവൺ ടു ദ ഏജൻറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ബൈ ദ ഡെത്ത്, ഇൻസോൾവൻസി, ഇൻസാനിറ്റി ഓഫ് ദ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിൻ്റെ ഡെത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസോൾവൻസി കാരണം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ആ ഏജൻറ്റ് എന്നുള്ള റൈറ്റ് ക്യാൻസലായിട്ട് പോകും. ഇതാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത് ജോയിൻ്റ് അക്കൗണ്ടാണ്. ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ആളുകൾ. എത്ര ആളുകൾക്കാണ് ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കാം? ദാറ്റ് ഈസ് നമ്പർ ഓഫ് പേഴ്സൺ ഇസ് നോട്ട് ലിമിറ്റഡ്. എത്ര ആളുകൾക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വെൻ 2 or more persons open an account jointly, it is called joint account. When 2 or more എന്നുണ്ട്, 2 or more person അക്കൗണ്ട്സ് ഇവിടെ മോർ എന്ന് ആഡ് ചെയ്യാം, അക്കൗണ്ട് ജോയിൻ്റ്ലി, ദാറ്റ് ഈസ് പാർട്ട്നേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മൈനർ ആൻഡ് ഗാർഡിയൻ, ഇതൊക്കെ എന്താണ് ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടാണ് പറയുന്നത്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇൻ എ ജോയിൻ്റ് അക്കൗണ്ട്. ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ എത്ര ആളുകൾ വേണം എന്നുള്ളത്, അല്ല എത്ര ആളുകൾ പാടുള്ളൂ എന്നുള്ളതിന് അല്ല, മിനിമം എന്തായിരിക്കണം, 2 ആളുണ്ടായിരിക്കണം. അപ്പോഴാണല്ലോ ജോയിൻ്റ് ആവുക. ഓക്കെ, ദ ആപ്ലിക്കേഷൻ ഫോർ ഓപ്പണിംഗ് ജോയിൻറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ഓൾ പേഴ്സൺസ്. ആ ഇതിൽ ഫോട്ടോ എല്ലാം പേര് കൊടുത്തിട്ടുള്ള ആരൊക്കെയാണോ അവരെല്ലാവരും സൈൻ ചെയ്യണം. ദെൻ ബാങ്കർ ഷുഡ് ഗെറ്റ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ദ അക്കൗണ്ട്. ആ അക്കൗണ്ട് ആര് ഓപ്പറേറ്റ് ചെയ്യും, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് അവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങേണ്ടതുണ്ട്. ഇറ്റ് മസ്റ്റ് ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഓർ പേഴ്സൺ ഓതറൈസ്ഡ് ടു ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ആരാണ് ഡീൽ ചെയ്യുന്നത് എന്ന് അവർ സ്പെസിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് അബൌട്ട് ജോയിൻ്റ് അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ണർഷിപ്പ് ആണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം.